ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ല, എവിടെയെങ്കിലും പോവും. സോ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഞാൻ ഇറങ്ങി, ബസ്സിനാണ് പോകുന്നത്. ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകണം. മൂവാറ്റുപുഴയ്ക്ക് പോയിട്ടാണ് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നത്. മൂവാറ്റുപുഴയുടെ എന്താണ് ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ട് കാണിക്കാം. ഓക്കെ, ഞാനൊരു ATM കയറിയപ്പോഴാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും കൂടുതലും ഈ വീഡിയോസ് എടുക്കാൻ നോക്കുക. എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും നോക്കാം. എനിക്കിനി ഇവിടുന്ന് മറ്റേ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വേണം മൂവാറ്റുപുഴ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പം പൈസ എടുക്കട്ടെ കേട്ടോ. സോ നമ്മൾ പൈസ എടുത്തു, ഇനി ഇറങ്ങുവാണ്. ഇനി ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് മടിയാണ്. സോ ഞാൻ പോട്ടെ. ഇത്രയും തിരക്കില്ലാത്ത കാക്കനാട് റോഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സൺഡേസ് ഒന്നും ഇത് വരാറ് പോലും ഇല്ല. സോ അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് മൂവാറ്റുപുഴയ്ക്കുള്ള ബസ് കിട്ടാൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകുന്നത്. വാഗമണ്ണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ മൂവാറ്റുപുഴ ബസ്സൊക്കെ കിട്ടി. പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു, കാരണം ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് പോയത്. പിന്നെ അറിയാമല്ലോ, അത്രയും ഡിസ്റ്റൻസ് വരുന്ന പ്രൈവറ്റ് ബസ്സിൽ സാധാരണ പ്രൈവറ്റ് ബസ്സിൽ പാട്ടിടും. സോ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഒരു മണിക്കൂർ യാത്രയാണ് ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക്. മൂവാറ്റുപുഴ ചെന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. നമുക്ക് 2 ഓപ്ഷനായിരുന്നുള്ളത്. ഒന്ന് കട്ടപ്പന, പിന്നെ വാഗമൺ. ഇത് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. സോ ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ പോയതുകൊണ്ട് തന്നെ അവിടെയാണ് ഇറങ്ങിയത്. എന്നിട്ട് അതിന് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ തൊടുപുഴ ബസ്സിന് കയറി. തൊടുപുഴ ബസ് കയറിയിട്ട് ഉഷിജ്യോതി കോളേജുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാനായിരുന്നു എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഞാനും അവനും കൂടെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. സോ നമുക്ക് അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇത് KSRTC കൂടുതൽ ഓടുന്ന സ്ഥലമാണ്. പ്രൈവറ്റിലാണ് ഞാൻ പോയത്. ഇതാണ് കോളേജ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാനായിരുന്നു അവൻ എന്നോട് പറഞ്ഞത്. അവൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. തിരക്കൊന്നും ഇല്ലായിരുന്നു അധികം. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു സൺഡേ ആണ് പോയത്. അതുകൊണ്ട് തന്നെ റോഡും കാര്യങ്ങളെല്ലാം ഭയങ്കര കാലിയായിരുന്നു. ഒരു റഷ് ഇല്ലായിരുന്നു നമ്മൾ പോയ സമയത്തൊന്നും. റോഡിലാണെങ്കിലും എവിടെയും ബ്ലോക്കും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ല. ഞാൻ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവൻ വന്നിട്ട് നമ്മൾ നേരെ പോയത് തൊടുപുഴ കഴിഞ്ഞ് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് സ്ഥലത്തിൻ്റെ പേരങ്ങനെ കറക്റ്റ് അറിയില്ല. അപ്പം ഈ തൊടുപുഴ, മൂവാറ്റുപുഴ ആ ഒരു ഭാഗം ഇടുക്കി സൈഡാണല്ലോ. മൂവാറ്റുപുഴ എറണാകുളം ജില്ലയാണ്, പക്ഷെ അത് കഴിയുമ്പോൾ അങ്ങ് ഇടുക്കി ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് അവിടെ എല്ലാം കാണാൻ. ഞാനിതിന് മുന്നേ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഴക്കുളം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഏരിയയും അവിടുത്തെ റോഡും ആ റോഡിൻ്റെ ഇരുവശങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് അവിടെ എല്ലാം. പിന്നെ ഈ വാഗമൺ പോകുന്ന വഴിക്കാണെങ്കിലും നല്ലൊരു വ്യൂ, കാരണം ഭയങ്കര കോടയുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. കണ്ടോ, ആ ഓരോ മലകൾ കാണാം. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇത് കണ്ടില്ല, 2 സൈഡിലും റബ്ബർ. ആ ഒരു വ്യൂ തന്നെ വേറൊരു വൈബാണ് ആക്ച്വലി. എൻ്റെ നാട്ടിൽ റബ്ബറില്ല, ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ റോഡ് കണ്ടില്ല, ഇങ്ങനെ ഒരു റോഡും അതേപോലെ നേരെ നോക്കുമ്പോൾ മല, കോടമഞ്ഞ്, അങ്ങനത്തെ വ്യൂ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു സന്തോഷമാണ്. കൊച്ചു കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിയൊരു സന്തോഷമാണ് എനിക്ക് എപ്പോഴും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ ഓൾറെഡി കുറേ മുന്നേ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഒത്തിരി ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഇടുക. വാഗമൺ എത്തുന്നവരെ ഒരു പാർട്ടും വാഗമൺ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അടുത്ത പാർട്ടായിട്ടായിരിക്കും ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ.
കാരണം ഇതുവരെ വാഗമൺ പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സോ അവർക്കാണെങ്കിലും കാണാമല്ലോ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ അതുവഴി പോകുമ്പം കിട്ടുന്നതെന്ന് അല്ലെ കാണുന്നതെന്നെല്ലാം നമുക്ക് കാണാം. ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ. സോ ഇത് കണ്ടോ, എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൈനാപ്പിൾ ഇത് ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു. ഞാനിത് കണ്ട് തുള്ളിച്ച് കിടന്ന് കണ്ടപ്പോൾ അവനാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി. നീ ഇതിനാണോ അങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നത്, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചു. അവൻ ഡെയിലി കാണുന്നതായതുകൊണ്ട് അവനധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ വല്ലപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. നമ്മൾ ഇടുക്കി ഈരാറ്റുപേട്ട വഴിയായിരുന്നു ഞങ്ങൾ പോയത്. ഈരാറ്റുപേട്ട വഴിയിലല്ല, ഈരാറ്റുപേട്ട ഞങ്ങൾ കണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. ഞങ്ങൾ കോഫിയാണ് കുടിച്ചത് കേട്ടോ, ചായയല്ല കോഫിയാണ് കുടിച്ചത്. അവൻ ചായയും ഞാൻ കോഫി. ഞങ്ങളൊരു പപ്സ് കഴിച്ചായിരുന്നു, പപ്സും കട്ട്ലേറ്റും അങ്ങോട്ട് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഈ ഒരു വ്യൂ ഒക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. അതെങ്ങനെയാണ് പറയേണ്ടത് പോലും എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ, അല്ലേ, കണ്ടില്ലേ. സോ ഇതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കാണുന്നത്. സോ എനിക്കുള്ളതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എനിക്കത് തുള്ളിച്ചാടാണ്. അപ്പോൾ ഇങ്ങോട്ടിരുന്നത് വണ്ടിയിലായതുകൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ പറ്റിയില്ലെന്ന് മാത്രം. കണ്ടില്ലേ, എനിക്കിങ്ങനെ ദൂരെ ഈ തെങ്കാശിയൊക്കെ പോകുന്നൊരു വൈബില്ലേ. ഞാൻ തെങ്കാശി റീലിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്നാലും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു ആ പോകുന്ന വഴിക്കെല്ലാം. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു സ്കൂൾ അറിയാം നിങ്ങൾക്ക്, ഒരുപാട് റീലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ട്രെയിനിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ. ഒരു നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പാസ് ചെയ്ത് പോന്നിട്ടായിരുന്നു കണ്ടേ, അതാണ് ഇങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്തിൽ ആ വീഡിയോ കിട്ടിയത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ക്യാമറ ഓണാക്കി വന്നപ്പോഴത്തേക്കും ഇങ്ങെത്തി. പിന്നെ അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. കണ്ടില്ലേ, കാട്ടിലൂടെ പോകുന്നൊരു ഫീലില്ലേ. അതൊരു എന്താ പറയുന്നതിന്, ഒരു നല്ല രസമാണ്. കാരണം ഞങ്ങളൊരു 10 മണിയൊക്കെ സമയത്താണ് പോയതെങ്കിലും 10 മണിയുടെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. ഒരു വെയിലോ സൂര്യനോ ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അന്ന് കുഞ്ഞു മഴയൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു ആക്ച്വലി. അപ്പം എന്തോ പറയുന്നത്, ഞാനാണെങ്കിൽ ആദ്യമായിട്ടായിരുന്നു വാഗമൺ പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ മൂന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ വാഗമൺ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. പക്ഷെ എല്ലാവരും ആ ഒരു സമയത്ത് വാഗമണിലൊക്കെ അങ്ങ് ചേക്കേറുമായിരുന്നു. ആ ഒരു സീസണിലാണ് ഞങ്ങളും പോയത്. ഒരുപാട് മുന്നേ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. കാരണം ഞാൻ എൻ്റെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഞങ്ങൾ പോകുന്നത്. ജോയിൻ ചെയ്തിട്ടിപ്പോൾ ഞാൻ 3 മാസം കഴിഞ്ഞു. സോ എനിക്ക് അതുവഴി പോകുമ്പോൾ ഉള്ള വ്യൂസും കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. കാരണം കണ്ടില്ലേ, താഴേക്ക് നോക്കും നമ്മളിങ്ങനെ ചുരം കയറിയല്ലേ പോകുക, വളഞ്ഞ് അതെനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാവും. ഇവനെന്നെ വഴക്ക് പറയും, എന്തിനാണ് അങ്ങനെ ശ്രദ്ധിക്കണ്ട, അവനല്ലേ വണ്ടി ഓടിക്കുകയെന്ന് പറയും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കണ്ടു, ഇതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. നമ്മളവിടെ നിന്ന് വണ്ടി നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് സ്ലോ ആക്കി വീഡിയോ എടുക്കാൻ വേണ്ടി സ്ലോ ആക്കിയത് മാത്രമേ ഉള്ളൂ, അധികം നിർത്തിയൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്കിത് എന്താ പറയുക, ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് വീഡിയോ എടുത്തു. ഒരു സൂയിസൈഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ താഴെ നിന്ന് വീണപ്പോൾ കിട്ടത്തോലുമില്ല. എന്താ പറയുക, സന്തോഷമായി എനിക്ക്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ കൂടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ മൊത്തം ബിൽഡിങ്സാണ്. അല്ലാതെ ഒരു കണ്ണിന് കുളിർമ തരുന്ന കുറച്ച് കാഴ്ചകൾ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. അല്ലാത്ത അങ്ങനെ ഒരു കാഴ്ച പോലും ഞാൻ നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എൻ്റെ വീടാണെങ്കിലും സിറ്റിയിലൊക്കെ അടുത്താണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ബിൽഡിങ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. ലൈറ്റ്സ് അങ്ങനത്തെ വ്യൂസൊക്കെ ആണെങ്കിൽ ഓക്കെ, അതൊക്കെയാണ് നമ്മൾ റെഗുലർലി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കാട്, മല, പുഴ അങ്ങനെയുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഇടുക്കി, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമ്മൾ സിനിമകളിൽ കാണുന്നത് ആലപ്പുഴയാണെങ്കിലും ഏറ്റവും ഭംഗി ഇടുക്കിക്കാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. കാരണം ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു വേറെ വൈബ് തന്നെയാണ്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമറയ്ക്ക് ഒട്ടും ഭംഗിയില്ല ഇത് കാണുന്ന സമയത്ത്. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്വർഗം പോലാണ്. സോ എനിക്കറിയാം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരുമൊക്കെ വാഗമണ്ണൊക്കെ പോയിട്ടുള്ളവരായിരിക്കും, ഇതിൻ്റെ ഭംഗി കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു വഴി പോകുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വ്യൂസ് എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഞാൻ ഭയങ്കര കൊച്ചുപിള്ളേർ കളിപ്പാട്ടം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെയൊക്കെ തുള്ളിച്ചാടുമായിരുന്നു ഓരോ വ്യൂസ് കാണുമ്പോഴും, അല്ലെങ്കിൽ ഓരോ വളയുമ്പോഴും. നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെയൊക്കെ. എനിക്ക് കണ്ടിട്ടില്ലാത്ത പോലെ നല്ല കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ നല്ല ദൂരം പോയിട്ടുണ്ടായിരുന്നു, നല്ല ദൂരമുണ്ട്. നല്ല ദൂരം എന്ന് പറയുമ്പം
അവൻ ഒറ്റയ്ക്കാണല്ലോ വണ്ടി ഓടിക്കുന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്ക് ഇടയ്ക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അവനിവിടെ നിർത്തിയൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് പോവുമായിരുന്നു ചെയ്തത്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോഡായതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യത, ശ്രദ്ധിച്ച് പോകാമെന്നൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ വെച്ച് ബസ്സിന് പോയാൽ പോരെ, ബസ്സിന് പോയാൽ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ എന്നാലും നമുക്ക് പോയി വരേണ്ടതുകൊണ്ട് അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ വരുമായിരുന്നു. ശരി, നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഒറ്റ മൈൻഡിലാണ് സൺഡേ എഴുന്നേറ്റ് പോയത്. അങ്ങനെ നമ്മൾ നല്ല ഡ്രൈവ് ചെയ്തു. കാരണം കണ്ടില്ലേ, ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല. ഒരു നല്ലൊരു സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഭയങ്കര സമാധാനം, പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എല്ലാം. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ജനവാസ മേഖല കുറവാണെന്ന് തോന്നുന്നു. എൻ്റെ വീടുകളൊക്കെ കുറവാണ്. ജനവാസ മേഖല അല്ല എന്നല്ല, കുറവാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു 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 വീടുകളൊക്കെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പിന്നെയും വാഗമണ്ണിൽ എത്താറായപ്പോഴാണ് കുറച്ചെങ്കിലും വീട് അടുപ്പിച്ചൊക്കെ കണ്ടിട്ടുള്ളത്. എനിക്ക് ആ ഒരു വ്യൂ ഇഷ്ടമാണ് കേട്ടോ. മൂന്നാറാണെങ്കിലും വാഗമണ്ണാണെങ്കിലും നിങ്ങൾ കണ്ടില്ലേ, ഈ ചരിവിൽ ഇങ്ങനെ വീടുകൾ അടുപ്പിച്ച് കണ്ടിട്ടില്ലേ? സോ ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയപ്പോഴും അങ്ങനെ കുഞ്ഞു വ്യൂ ഉണ്ട്. കുഞ്ഞു വ്യൂ, മൂന്നാറ് പോലെയൊന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം കാണാം. കണ്ടില്ലേ, ഇതെല്ലാം കോടയാണ് കേട്ടോ. കാരണം നമ്മൾ കോടയിൽ കൂടെയാണ് ഈ പൊക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഇത് അടുത്ത വെള്ളച്ചാട്ടം. നമുക്കുണ്ടല്ലോ ഈ വാഗമൺ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് സ്വതവേ അപ്പോൾ വാഗമൺ മൂന്നാർ പോകണമെന്നില്ല, ഇങ്ങനത്തെ കുറച്ച് വ്യൂ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു പാട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ആ പാട്ട് എന്തായാലും ഞാൻ കുറച്ച് കഴിയും കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആ ഒരു പാട്ടാണ്. വളരെ ഫേമസ് ആയ ഒരു വളരെ ഫീൽ ഗുഡ് മൂവി ആയിട്ടുള്ളൊരു സിനിമയ്ക്കകത്തുള്ള ഒരു പാട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ എനിക്കറിയില്ല, എനിക്ക് അത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ ഭയങ്കര ബിസി ഷെഡ്യൂളായിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു സമാധാനമാണ് സത്യത്തിൽ. കാരണം ഞാനാണെങ്കിലും ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഒരാളാണ്. എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് ചെയ്യുന്ന, പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു സെൽഫ് പീസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ യാത്രകളൊക്കെ പോകണം. കാരണം നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു പ്രഷറും, അപ്പം നമുക്ക് എന്ത് പ്രഷറില്ലാന്ന് പറഞ്ഞാലും നമ്മളുടെ ജോലി ആലോചിച്ച് നമുക്ക് സ്വന്തം ഒരു സെൽഫ് പ്രഷർ വരും. സോ അതും അതേപോലെ തന്നെ ആ ഒരു ബിസി ഷെഡ്യൂളും അതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യാത്ര അതൊക്കെ എപ്പോഴും നല്ലതാണ്. സോ ഇത് കണ്ടോ, ഇത് നമ്മളുടെ വാഗമണിലെ മൊട്ടക്കുന്നാണ്. വാഗമണിൽ മെയിൻലി മൊട്ടക്കുന്ന്, ഗ്ലാസ് ബ്രിഡ്ജ്, അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റ്, പിന്നെ അഡ്വഞ്ചറസ് പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത്. നിങ്ങൾക്ക് പോകാത്തവരോടാണ് ഞാൻ പറയുന്നത്, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഞങ്ങളാണെങ്കിലും മൊട്ടക്കുന്ന് പോയില്ല. കാരണം ഓൾമോസ്റ്റ് അപ്പത്തച്ചൊന്നും വെള്ളമില്ല, മീൻസ് അവിടെ ചെന്നിരിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ദൂരെ നിന്ന് കണ്ടു. സോ ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ, ഇതൊരു എസ്റ്റേറ്റിൻ്റെ ടീ എസ്റ്റേറ്റാണ്. സോ അതിൻ്റെ ഒരു വ്യൂ ആണ്. ഞാനിതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഫോട്ടോ ഒക്കെ എടുക്കുകയോ ചെയ്തായിരുന്നു. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു വഴി കണ്ടില്ല, അത് എസ്റ്റേറ്റിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ഇവിടെ കൂടുതലും തേയിലത്തോട്ടമാണുള്ളത്. എല്ലാവർക്കും അറിയാം, ഇടുക്കി എന്ന് പറയുമ്പോൾ തേയില, കാപ്പി അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ. സോ എല്ലാവരും വരുമ്പോൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ മേടിക്കാൻ കൊണ്ട് വേണ്ടിയിട്ടാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു വ്യൂകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഉള്ളിലേക്കൊന്നും ആളെ കയറ്റി വിടില്ല, കാരണം അത് നശിച്ചു പോകും. തേയിലത്തോട്ടങ്ങളുടെ ഒരു കലവറയാണ് ആക്ച്വലി ഇത്. ഇവിടെ കയറാൻ തോന്നുന്നു, കാരണം ഇതിന് ഓൾറെഡി ആ ഒരു വിളവെടുപ്പ് എന്നല്ല പറയാം, ഇല നുള്ളാന്ന് പറയില്ല, ആ ഒരു കിളിന്ത ഇലയാണ് അവർ നുള്ളിയെടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കയറിപ്പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് നമ്മൾ പിനാക്കിൾ റിസോർട്ട്, വാഗമൺ ടൗൺ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റു. കാരണം ഞാൻ പോയിട്ട് വന്നിട്ട് ഒരുപാട് നാളായി കഴിഞ്ഞിട്ടാണ് ഇത് ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. അതെനിക്ക് വിഷമം വരുന്നു, കാരണം മെമ്മറീസ് ആണല്ലോ. സോ എൻ്റെ മെമ്മറീസാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നമ്മളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു, ആ പ്ലേസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, കപ്പിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയാലും തോന്നുന്നു. എനിക്ക് എക്സാക്റ്റ് ടൈമൊന്നും ഓർമ്മയില്ല. പക്ഷേ
അങ്ങനെ ഒരു ഉച്ച സമയമാണെന്നൊന്നും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ളൊരു ക്ലൈമറ്റായിരുന്നു അവിടുത്തെ. കണ്ടില്ലേ, നല്ല രസമില്ല ആ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനത്തെ വ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ കണ്ടില്ലേ, റോഡിൻ്റെ നടുവിൽ നല്ലൊരു റോഡല്ലേ, കുഞ്ഞു റോഡ്, രണ്ട് സൈഡിലും തേയിലത്തോട്ടമൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ. എന്തോ എനിക്ക് ഭയങ്കര വിഷമം വരും. സോ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വ്ളോഗ് ബോറാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം? കാരണം എനിക്കതൊട്ടും എക്സ്പീരിയൻസ് ഇല്ല. ഞാനത് ചെയ്ത് ശരിയാക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. ഈ വീഡിയോ നല്ല രസമുണ്ടല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വാഗമൺ എല്ലാ സ്ഥലത്തും പോയി തിരിച്ച് വരുന്ന സമയത്ത് നല്ലൊരു വീടുണ്ടായിരുന്നു ഇതുപോലെ, ചുറ്റും തേയിലയായിട്ട് ഒറ്റ നടുക്കൊരു വീടായിട്ട്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിത് ഫോൺ ഓഫായി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ എന്താ പറയുക സീനറീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് ആക്ച്വലി അവിടെയെല്ലാം. അങ്ങനെയുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, അത് ഞാൻ എടുത്ത് പറയാം, അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലങ്ങളാണെന്നെല്ലാം. നമ്മളവിടെ വാഗമൺ ടൗൺ എന്നൊക്കെ കണ്ടെങ്കിലും നമുക്ക് വാഗമണിലേക്ക് കുറച്ചുകൂടെ പോകാനുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഡെസ്റ്റിനേഷൻസിലേക്ക് കുറച്ചുകൂടെ പോകാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഇവിടുന്ന് വണ്ടിയെടുത്ത് അങ്ങ് പോയി. ഇത് കണ്ടു പള്ളി, എനിക്ക് ആ പള്ളി കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്കൊന്ന് കല്യാണം ഇങ്ങോട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് കട്ട് ചെയ്തത്. കാരണം എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ലല്ലോ. സോ അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് കളഞ്ഞ ഒരാളെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് KSRTC ഒക്കെ സർവീസ് ഉണ്ട് കേട്ടോ, ബസ്സിനൊക്കെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെയും പോവാം. അതാണ് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ ഉള്ളോട്ടൊക്കെ പോകേണ്ടതുകൊണ്ടാണ് നമ്മളങ്ങനെ വണ്ടി എടുത്ത് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബസ്സിനെ വരില്ലായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ബസ്സിനായിരിക്കും പോവുക. മൂലമറ്റം ബസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വരുന്ന സമയത്ത്, വരുന്ന സമയത്തല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത്. കണ്ടില്ല, എന്ത് രസമല്ലേ കാണാൻ. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ വെറുതെ ചടഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സിംഗിളായിട്ടൊരു ട്രിപ്പ് പോവുക അല്ലേ, ഒറ്റ മൈൻഡ് ട്രിപ്പ്. കൂടെ ഒരാളുണ്ടെങ്കിൽ നല്ലത്, അതാ ഒറ്റയ്ക്കാണ് പോകാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവാം. നിങ്ങളിപ്പം എറണാകുളത്ത് വന്നിട്ടാണ് പോകുന്നതെങ്കിൽ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മൂന്നാർ ബസ് കിട്ടും, അല്ലെങ്കിൽ വാഗമൺ ബസ് കിട്ടും. KSRTCയിൽ പോവുക, കാരണം KSRTCക്ക് എല്ലായിടത്തേക്കും സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ കോഴിക്കോടാണല്ലോ, കോഴിക്കോടാണെങ്കിൽ നിങ്ങൾ നേരെ പുതിയ സ്റ്റാൻഡ് പോവുക, KSRTC സ്റ്റാൻഡിൽ കയറുക, അവിടെ ചെന്നിട്ട് ചോദിക്കാം മൂന്നാർക്ക് ബസ്സുണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിലായിരുന്നു വീട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ മൈസൂർ ബസ്സൊക്കെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ മൈസൂർ ബസ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുക ഇടുക്കിക്ക് ബസ്സുണ്ടോ, എങ്ങനെയാണ്. നിങ്ങൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നത്, അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്. നിങ്ങളൊരു കംപ്ലീറ്റ് ഐഡിയ ആയിട്ട് വരാം എന്നാൽ മാത്രമേ നമുക്കത് പ്രൊഡക്റ്റീവായിട്ടത് കാണാനും അല്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. തിരിച്ചുള്ള ബസ്സും എപ്പോഴും ചോദിച്ച് വയ്ക്കുക. ഒറ്റയ്ക്കൊക്കെ വരുന്നുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ബസ്സിനാണ് പോകുന്നതെങ്കിൽ തിരിച്ച് എപ്പോഴാണ് ബസ് എന്നുള്ളത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും, മനസ്സിലായില്ലേ? സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗേൾസിനോടാണ്. ഗേൾസ് ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഗേൾസ് ട്രിപ്പൊക്കെ പോകണം. കാരണം പഴയ കാലമൊന്നുമല്ല, ഇപ്പം പെൺപിള്ളേരെ എല്ലാ രീതിയിലും മുന്നോട്ട് വന്നിരിക്കുന്നൊരു കാലം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ ഒരു ട്രിപ്പ് പോകുന്നത്, ഒറ്റ മൈൻഡ് ട്രിപ്പ്, ഒറ്റയ്ക്കൊരു ട്രിപ്പ്. സോ അതൊക്കെ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻജോയ് ചെയ്യണം. ഞാനും അത് വിചാരിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴത്തേക്ക് നടക്കുമെന്നറിയില്ല. ഈ ജോലിക്ക് ഇടയ്ക്കൊന്നും സമയം ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പോകാൻ പറ്റാത്തത്. ഫോർ ഓൾ ഗേൾസ്, ട്രൈ ടു ഗോ എ സിംഗിൾ ട്രിപ്പ്, സോളോ ട്രിപ്പ്. അതൊക്കെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. ഈവൻ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. സോ നമ്മളങ്ങനെ വാഗമൺ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വാഗമണ്ണിൻ്റെ ഒരു ടൗൺ എന്ന് പറയുന്നത്. നമ്മൾ വാഗമൺ ടൗണിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് ഒരു 1 മണിക്ക് മുന്നേ നമ്മളെത്തി. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, കാരണം അവിടെയൊക്കെ നല്ലതായിട്ട് ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു, കണ്ടില്ലേ? സോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വാഗമൺ ടൗണിൽ. അത് ചെറിയ റോഡായതുകൊണ്ട് ഇങ്ങനെ വലിയ വണ്ടി ഓപ്പോസിറ്റൊക്കെ വരുമ്പോൾ അത് സ്റ്റക്കായി പോകും. കണ്ടില്ലേ, ഈ ട്രാവലർ ഓവർടേക്ക് ചെയ്തതാണ്. ഇത് കണ്ടോ, നമുക്ക് ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ജീപ്പുകളാണ്, ഒട്ടക്കുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വലിയ ബസ്സൊക്കെ ഉണ്ടല്ലേ. സോ
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വാഗമൺ പോയിട്ടുള്ളതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സെക്കൻഡ് വീഡിയോ ഞാൻ എവിടെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ചാനൽ മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ബൈ.